പണ്ട് ഞാനൊരു ബ്രാൻഡിന്റെ കുറച്ച് ഉടായ്പകളൊക്കെ പൊക്കി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ എനിക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അന്ന് ആ ബ്രാൻഡിന്റെ ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്ത് ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം അവരുടെ ഓണറൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓണർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, എന്നോട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച്. അതായത് ഇന്ത്യയിൽ ഇങ്ങനെ മാർക്കറ്റിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ കുറെ തള്ളൊക്കെ തള്ളി. അതിനുശേഷം പുള്ളി അവസാനം എന്നോട് ഒരു കാര്യം പറഞ്ഞു ഗൈസ്. എന്നോട് പറഞ്ഞ ഇതാണ്: നീ ഓരോ ദിവസം വേണമെങ്കിൽ ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള സത്യാവസ്ഥ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തോ, നിങ്ങൾക്ക് റീച്ച് കിട്ടിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പുള്ളി ഓരോ ദിവസവും 100 പേരെ കൊണ്ട് വേണമെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിന്റെ പ്രൊമോഷൻ, അതായത് ഇല്ലാത്ത സ്ക്രിപ്റ്റ് പറഞ്ഞുകൊണ്ടുള്ള സാധനം ചെയ്യിപ്പിച്ചോളാം. സത്യം പറഞ്ഞുകൊണ്ടല്ലോ പുള്ളി പച്ചയ്ക്ക് എന്നോട് പറഞ്ഞതിന്റെ വേറൊരു അർത്ഥം എന്താണെന്നറിയോ? ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറച്ച് പൈസ കൊടുത്താൽ എന്നാ നാളിത്തരം വേണമെങ്കിലും വിളിച്ച് പറയാനുള്ള കുറെ പേര് അവരുടെ കയ്യിലുള്ളതുകൊണ്ട് അവരെന്ത് വേണമെങ്കിലും ചെയ്യും. അത് കാരണം സത്യത്തിനൊന്നും ഇവിടെ വലിയ മൂല്യമില്ല എന്നുള്ളത്. എനിക്ക് പുള്ളി അങ്ങനെ പറഞ്ഞപ്പം ഭയങ്കര വിഷമമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഞാൻ ഇതിനെ ഒരു ജോലിയായിട്ടാണ് കാണുന്നത്. അപ്പം ഈ കോണ്ടന്റ് ക്രിയേഷൻ സ്പേസിലുള്ളവരൊക്കെ എന്റെ കൊളീഗ്സ് ആണ്, എന്റെ സഹപ്രവർത്തകരാണ്. അപ്പം എന്റെ കൂടെ ഉള്ളവർ തന്നെ, അല്ലെങ്കിൽ ഈ ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നവരെ ഇത്രയ്ക്ക് വെർത്ത്ലെസ് ആക്കുന്ന കുറെ ആൾക്കാര്. ഒരിക്കലും ഞാൻ എല്ലാവരും മോശമാണ്, ഞാൻ മാത്രമാണ് നല്ലവൻ എന്നല്ല പറയുന്നത്. പക്ഷെങ്കിൽ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് ജനങ്ങളെ മൊത്തം പറ്റിച്ച് തിന്ന് ജീവിക്കുന്ന കുറെ നാറികൾ ഇതിലുണ്ട്. നിങ്ങൾ ഒരാൾ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഈ തെണ്ടിത്തരം കാട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ വെറുത്തില്ലാതെ ആയി പോകുന്നത് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെ മൊത്തത്തിലാണിത് എഫക്ട് ചെയ്യുന്നത്. ഈ ബ്രാൻഡിന്റെ ഈ ചങ്ങായിക്കൊക്കെ ഇങ്ങനെ പറയാനുള്ള ധൈര്യം കിട്ടിയത് തന്നെ പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനുള്ള കുറെ നാറികളുള്ളതുകൊണ്ട് തന്നെയാണ്. എനിവേ, ജനങ്ങളെ പറ്റിച്ച് തിന്നുന്ന കുറെ എണ്ണങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിനക്കൊക്കെ എത്രയൊക്കെ നിനക്ക് തിന്നാലും നിനക്കൊന്നും വിശപ്പ് മാറില്ല. നിനക്കൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം മനസ്സിലാവും ഈ കട്ടുണ്ടാക്കി തിന്നുന്നത് കൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളത്. എന്താണെങ്കിലും പുതിയതായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന ക്രിയേറ്റേഴ്സ്, എസ്പെഷ്യലി സ്കിൻ കെയർ റിലേറ്റഡ്, ഇതിലാണ് ഏറ്റവും കൂടുതൽ ഉടായ്പ ചെയ്താലേ പൈസ കിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇതിലേക്കൊക്കെ വരുന്ന പുതിയ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി പരിപാടി ചെയ്യാതിരിക്കും. പൈസയൊക്കെ സെക്കൻഡറി ആയിട്ട് വെക്കുക, അതൊക്കെ വന്നോളും. എനിക്ക് പേഴ്സണലി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ശരിയാണ്, അവരെ പോലെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്കൊരു വിശ്വാസമുണ്ട് ഉള്ളിൽ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇങ്ങനെ സത്യസന്ധമായിട്ട് നിൽക്കുന്നതുകൊണ്ട് എന്റെ ഈ പേജിൽ ഞാൻ ഇന്നേ വരെ പൈസയ്ക്ക് വേണ്ടി ഒരു കള്ളവും പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിനുള്ള ബെനിഫിറ്റ് എനിക്ക് കിട്ടുമായിരിക്കാം, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ബട്ട് എനിക്കൊരു സമാധാനമുണ്ട്. പ്ലീസ് ഗൈസ്, ജനങ്ങളെ പറ്റിച്ച് നിങ്ങൾ എന്തുണ്ടാക്കിയാലും അത് വെറുത്തല്ല. പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്.